നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂർണ്ണമായ കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ മാത്രമേ നന്ദിതയ്ക്ക് ഇനിയൊരു ജാമ്യത്തിന് അപേക്ഷിക്കാൻ കഴിയൂ. കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിക്കാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അത് വൈകിപ്പിക്കുന്നോണ്ട് എന്താ കുഴപ്പം? ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മുകളിൽ നിന്ന് ആജ്ഞകളും നിർദ്ദേശങ്ങളും ഒക്കെ തുരുതുര വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാം. CI ആണെങ്കിൽ സമ്മർദ്ദങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. എനിക്ക് ഈ കാര്യത്തിൽ അധികമൊന്നും ഇടപെടാൻ പറ്റില്ല. CI തീരുമാനിക്കും പോലെയായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. കുറ്റപത്രം ഉടനെ സമർപ്പിക്കാൻ CI തീരുമാനിക്കുമെന്നാണോ? അതെ. അതിന് ആ കേസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ? പ്രതി ഒറ്റയ്ക്കാണ് കുറ്റകൃത്യം ചെയ്തതെന്നും മറ്റാരും കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു വേണമെങ്കിൽ ഈ കേസ് ക്ലോസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോ നന്ദിത മാത്രമായിരിക്കും പ്രതി. അതെ, അത് മാത്രം മതിയല്ലോ. ദിയയുടെ ആഗ്രഹപ്രകാരം ഈ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പോലീസ് പെട്ടുപോകും. നന്ദിത ഒറ്റയ്ക്കൊരാളെ തീ കൊളുത്തി കൊന്നു എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ അപൂർണമായ കുറ്റപത്രം സമർപ്പിച്ചാൽ കേസ് വിചാരണയ്ക്ക് എടുക്കുമ്പോൾ തന്നെ സംഗതി പൊളിയും. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന പ്രതിക്ക് കോടതിയെ യുക്തിഭദ്രമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ വേഷവും തൊപ്പിയൊക്കെ അഴിച്ചുവെച്ച് കാശിക്ക് പോകുക നിവർത്തിയുള്ളൂ. ഇങ്ങനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയ പോലീസ് എങ്ങനെ കൃത്യനിർവഹണം നടത്തുക? നന്ദിത വിവേകിനെ കുത്തി വീഴ്ത്തിയെന്നുള്ളത് സത്യമല്ലേ? അങ്ങനെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാൾക്ക് അല്പം ദൂരേക്ക് കൊണ്ടുപോയി ബോഡി കത്തിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അതിന് ദൃക്സാക്ഷികൾ ആരുമില്ലെങ്കിലും അങ്ങനെ അവര് ചെയ്തുവെന്ന് നിങ്ങൾ അങ്ങ് സ്ഥാപിക്കണം. അതല്ലേ പോലീസിന്റെ മിടുക്ക്? താൻ ഒരാളെ കുത്തി വീഴ്ത്തിയെന്നും പറഞ്ഞ തൊണ്ടിയായ കത്തിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് സ്വമേധയാ സറണ്ടർ ചെയ്തതാണ് നന്ദിത. ആ രാത്രി മുഴുവൻ അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. കൊന്ന് കത്തിച്ചതിന് ശേഷമാണ് അവര് വന്ന് സറണ്ടർ ചെയ്തത്. അങ്ങനെ ആയിക്കൂടെ? ഏയ്, അങ്ങനെ ചുമ്മാതെ പറഞ്ഞ പോരല്ലോ, തക്ക തെളിവുകൾ വേണ്ടേ? അത് ഉണ്ടാക്കാനാണ് മിടുക്ക് വേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് കുത്തേറ്റല്ല മരണം സംഭവിച്ചതെന്നാണ്. മരണകാരണമാകാവുന്ന വിധത്തിൽ മുറിവിന് ആഴം ഉണ്ടായിരുന്നില്ല. ആന്തരികാവയവങ്ങൾക്ക് മാരകമായി പൊള്ളലേറ്റതാണ് മരണകാരണം. ആയിക്കോട്ടെ, കത്തിച്ചതവരാണെങ്കിൽ കൊലക്കുറ്റം അവരിൽ തന്നെ നിലനിൽക്കുമല്ലോ. റിപ്പോർട്ട് പ്രകാരം പൊള്ളലേൽക്കുന്ന സമയത്ത് നന്ദിത സ്റ്റേഷനിലായിരുന്നല്ലോ. അതിന് തെളിവുണ്ട്. അവിടെയാണ് പോലീസ് പെട്ടുപോകുന്നത്. മറ്റേതെങ്കിലും പ്രതികളെ കൂടി പിടിയിലാക്കാൻ പറ്റിയില്ലെങ്കിൽ സംഗതികൾ കുഴയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതികളെ കിട്ടാനാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ശ്രമിച്ചാൽ ആ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പേരെ കിട്ടും. പ്രതിയെ കിട്ടാനല്ല ബുദ്ധിമുട്ട്, ആവശ്യമായ തെളിവുണ്ടാക്കാനാണ്. അതിനുള്ള തെളിവ് നിങ്ങളുടെ കൈവശം ഉണ്ടല്ലോ. എന്ത് തെളിവ്? നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു കിട്ടിയ കാര്യം. നീരജ കത്തി വീശുന്നത്. ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ? ഓ, അത് ശരി. നിങ്ങൾ എന്നോട് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണല്ലേ? ആ, കുറച്ചൊക്കെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങൾ സൂക്ഷിക്കണമല്ലോ. പക്ഷേ ആ വീഡിയോയിൽ പ്രതി നന്ദിതയില്ല. നന്ദിത എന്തിനാ? മറ്റൊരു പ്രതിയല്ലേ നിങ്ങൾക്കിപ്പോ വേണ്ടത്? അതുണ്ടല്ലോ. അൺനോൺ നമ്പറിൽ നിന്ന് വന്ന ആ വീഡിയോ ആണ് ഇപ്പൊ ഞങ്ങളെ കുഴയ്ക്കുന്നത്. ആ നമ്പർ ട്രേസ് ചെയ്ത് ഞങ്ങൾ കുറെ ദൂരം പോയി. വീഡിയോ പകർത്തി പോലീസിന് അയച്ച ആളെ കണ്ടുപിടിച്ചാൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ അതൊരു പിടിവള്ളിയാകുമെന്ന് CI ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വെറുതെ എന്തിനാ ആ നമ്പറിന്റെ പിന്നാലെ പോയി പോലീസിന്റെ സമയം മെനക്കെടുത്തുന്നേ? പ്രതികൾ ആരെങ്കിലും ഇങ്ങനൊരു വീഡിയോ പോലീസിന് അയച്ചു തരുമോ? അത് പകർത്തിയാളായിരിക്കണമെന്നില്ല അയച്ചത്. എന്തായാലും അയാളൊരു ദൃക്സാക്ഷിയാണ്. ഒടുവിൽ ആ നമ്പറിന്റെ ഉടമയെ കണ്ടെത്തി. കണ്ടെത്തിയോ? ഉവ്വ്. പക്ഷേ അയാൾ 2 വർഷം മുമ്പേ മരിച്ചുപോയി. ആ സിം കാർഡ് ഇട്ട് ഡിവൈസ് പ്രവർത്തിപ്പിച്ച ആളെയും തിരഞ്ഞു. പക്ഷേ ആ മൊബൈൽ ഡിവൈസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോ വീഡിയോയുടെ വഴി അവിടെ അടഞ്ഞു അല്ലേ? സൈബർ സെൽ തിരയുന്നുണ്ട്. കേട്ടെടുത്തോളം ആ വീഡിയോ പോലീസ് അന്വേഷണത്തെ സഹായിക്കാൻ പോകുന്നില്ല.
വീഡിയോയിൽ കാണുന്നത് പ്രകാരം നീരജയെ കൂടെ പ്രതിയാക്കി ആ കേസ് ബലപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ശരിയായ വഴി. എന്തായാലും അവർ ഉടനെ ഒന്നും പുറത്തു വരരുത്. എന്റെ ഡിമാൻഡ് അത് മാത്രമേ ഉള്ളൂ. അതിന് പരിമിതിയുണ്ട് ദിയ. 90 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം നേടി പുറത്തു വരാൻ ഒരു തടസ്സവുമില്ല. അതുവരെ മാത്രമേ ദിയയുടെ ഈ ആവശ്യത്തിന് ആയുസുള്ളൂ. 90 90. അതുവരേക്കും നിങ്ങൾക്ക് ആ കേസിന്റെ കാര്യത്തില് അനങ്ങാതിരിക്കാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ലീവ് എടുത്ത് മാറി നിൽക്കാം. പക്ഷേ സിഐ അനങ്ങാതിരിക്കില്ല. അയാൾക്കൊരു തടയിടാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്. എന്തായാലും എന്നെ കൊണ്ടത് സാധിക്കില്ല. MD വാസുദേവ്. ആരാണ്? ബാബു പോൾ, ഇവിടുത്തെ ബാങ്കിലെ ബ്രാഞ്ച് മാനേജറാണ്. MD ക്യാബിനിലുണ്ട്. താങ്ക് യു. മേ ഐ കം ഇൻ? ഇരിക്കെ. എന്താണ് വിശേഷിച്ച് ഇങ്ങോട്ട് വരാൻ? അറിയിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് അയക്കുമായിരുന്നല്ലോ. ഓ, അത് സാരമില്ല. MDയുമായി നേരിൽ സംസാരിക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടാ വന്നത്. ഗുഡ്. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പലതവണ. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും. ഫോൺ റിങ് ചെയ്യാറുണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യാറില്ല. അത് എന്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. പലപ്പോഴും തനിയെ അങ്ങ് സൈലന്റ് മോഡിലായി പോകും. റിങ് കേൾക്കില്ല. അല്ല, ഓഫീസിൽ ലാൻഡ് ഫോണിലേക്ക് വിളിക്കാമായിരുന്നല്ലോ. MD സ്ഥലത്തില്ല എന്ന അറിയിപ്പാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സോറി. കുടിക്കാൻ എന്താ വേണ്ടേ? കോഫി ഓർ ജ്യൂസ്? താങ്ക്സ്. ഒന്നും വേണ്ട. വന്ന വിഷയത്തിലേക്ക് കിടക്കാം. പറയൂ. ഓഡിയുടെ കാര്യമാണ്. ദേവ് അസോസിയേറ്റ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ ഓടി അതിന്റെ എല്ലാ പരിധിയും കടന്നു നിൽക്കുകയാണ്. യാതൊരു തുകയും ഇതുവരെയായിട്ട് തിരിച്ചടച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. അതിന്റെ ഇൻട്രസ്റ്റ് തന്നെ വലിയൊരു തുകയായി മാറിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യണം. എന്റെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അതുകൊണ്ടാ ഞാനിങ്ങ് നേരിട്ട് വന്ന് പറയുന്നത്. ഉടനെ നിങ്ങളത് ചെയ്യുമല്ലോ അല്ലേ? ശ്രമിക്കാം. ശ്രമിക്കാന്നല്ല പറയേണ്ടത്, ഇന്ന് തന്നെ അത് ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങളിങ്ങനെ പേടിക്കാതെ. ഞാൻ പറഞ്ഞല്ലോ പരമാവധി ശ്രമിക്കാമെന്ന്. നാളെ വരേക്ക് സമയം തരാം. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ബാങ്ക് കർശന നടപടികളിലേക്ക് നീങ്ങും. റവന്യൂ റിക്കവറി വരെ ഉണ്ടാകും. ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. കമ്പനിക്ക് പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായി, അത്രേ ഉള്ളൂ. ബാങ്കിലെ ഓഡിയുടെ കാര്യം സോൾവ് ചെയ്യും. ധൈര്യമായിട്ടിരിക്കുക. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തുകയടച്ച് ഓടി ക്ലിയർ ചെയ്യുന്നതാണ് നിങ്ങൾക്കും കമ്പനിക്കും പിന്നെ എനിക്കും നല്ലത്.